ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസുകളുടെ സേവനം സാധാരണക്കാരായ രോഗികൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. മാസങ്ങളായി ഒരു ICU ആംബുലൻസ് കട്ടപ്പുറത്താണ്. അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിൽ കയറ്റിയെങ്കിലും നന്നാക്കാൻ നടപടിയില്ല. അത്യാസന്ന നിലയിലെത്തുന്ന രോഗിയെ ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തേക്കോ എറണാകുളത്തേക്കോ റെഫർ ചെയ്യുകയാണ് പതിവ്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നതായിരുന്നു കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസുകൾ. മറ്റ് ആംബുലൻസുകളെ അപേക്ഷിച്ച് ചാർജും കുറവ്. 2021 റോഷി അഗസ്റ്റിൻ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ICU ആംബുലൻസ് 2 മാസം മുമ്പ് തകരാറിലായി. നന്നാക്കാൻ എത്തിച്ച വർക്ക്ഷോപ്പിന് സൗകര്യമില്ലാത്തതിനാൽ എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല. 3.5 മാസമായി ഈ ICU ആംബുലൻസ് മെയിൻ്റനൻസ് ജോലികളുമായി ബന്ധപ്പെട്ട് സർവീസ് സെന്ററിലാണെന്ന് പറയുന്നു. 20 വർഷത്തിലേറെ പഴക്കമുള്ള മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കാന്ന് പറയുന്നു. എങ്കിലും കൃത്യമായി നമുക്കിതിന് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ ഹോസ്പിറ്റൽ അധികാരികളോ അല്ലെ നഗരസഭ അധികാരികളോ തയ്യാറാവുന്നില്ല എന്നുള്ള സത്യം. കാരണം നമുക്ക് അറിയാം, വളരെ പാവപ്പെട്ട ആളുകളാണ്. വളരെ അടിയന്തരമായി ഇതിനകത്ത് തീരുമാനം ഉണ്ടാവണം. ഇവിടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ആ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് എല്ലാവിധ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഫണ്ട് ഇവിടെയുണ്ട്. വളരെ അടിയന്തരമായി ഈ മെയിൻ്റനൻസ് തുകകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. സംഭവം വിവാദമായതോടെ DMO ഇടപെട്ട് വാഹനം കെട്ടിവലിച്ച് മറ്റൊരു വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. ഇനി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ പണികൾ തുടങ്ങാൻ കഴിയൂ. താലൂക്ക് ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയി. 2 ആംബുലൻസുകളുടെയും സേവനം നിലച്ചതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസികളും അടക്കമുള്ള പാവപ്പെട്ട രോഗികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.